കടലാസിൽ പദ്ധതികൾ പലതുമുണ്ടെങ്കിലും ഒന്നുപോലും പ്രാവർത്തികമാകാത്തതിനാൽ കടുത്ത ശുദ്ധജലക്ഷാമം നേരിടുകയാണ് കൊണ്ടോട്ടി നഗരസഭ നെടിയിരുപ്പിലെ മൂച്ചിക്കുണ്ട് കോളനി നിവാസികൾ. 100ഓളം കുടുംബങ്ങളുണ്ടിവിടെ. ഒരു വീട്ടിൽ പോലും കിണറില്ല. പാറകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ കിണർ കുത്തിയിട്ടും കാര്യമില്ല. മഴക്കാലത്ത് മഴവെള്ളം സംഭരിച്ചാണ് ഇവിടുത്തുകാർ ജീവിക്കുന്നത്. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിന് ഏറ്റവും കുടിവെള്ളത്തിന് വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ഞങ്ങളടക്കമുള്ള ഏരിയയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ 5ാം ഘട്ടത്തിലാണുള്ളത്. 4 ഘട്ടത്തിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും 5ാം ഘട്ടത്തിൻ്റെ പണി ഏറ്റെടുക്കാൻ കരാറുകാരില്ല എന്ന പേരിൽ ഞങ്ങളിപ്പോഴും അവഹേളിക്കപ്പെടുന്നൊരു അവസ്ഥയിലാണുള്ളത്. 2000 ലിറ്റർ വെള്ളം കിട്ടിയാൽ 1000 രൂപ വരെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ആവശ്യങ്ങൾ നടക്കുന്നത്. ഒരാഴ്ച വരെ വെള്ളം കിട്ടുള്ളൂ. 100% എസ്സികൾ താമസിക്കുന്ന മേഖലയാണ്. അതുപോലെ തന്നെ എല്ലാ ആളുകളും തന്നെ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ വരുമാനത്തിന്റെ വലിയൊരു പങ്കും ഈ കുടിവെള്ളത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട അവസ്ഥയാണുള്ളത്. വേനലാകുന്നതോടെ എല്ലാ വീട്ടുകാരും ശുദ്ധജലക്ഷാമത്തിലാണ്. എന്നാണ് ഞങ്ങൾക്ക് വെള്ളം തരുന്നത് വെച്ചാൽ അതേമാതിരി ഞങ്ങൾ വോട്ട് ചെയ്യുള്ളൂ, അല്ലാതെ ഞങ്ങൾ വോട്ട് ചെയ്യില്ല. ഞങ്ങൾ ഈ സമരം മുന്നോട്ട് പോകും. ചില വീടുകൾക്ക് മഴവെള്ള സംഭരണികളുണ്ട്. കരിങ്കൽ പൊട്ടിച്ചെടുത്ത ഇടങ്ങളിലെ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് കുളിക്കാൻ ഉപയോഗിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാൻ പല പദ്ധതികളും പല വകുപ്പുകളിലും അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും പൂർത്തിയായിട്ടില്ല. പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. അതിനാലാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.